ഹലോ അസ്സാം വലൈക്കും വെൽക്കം ടു യൂട്യൂബ് ചാനൽ. നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു അടിപൊളി മധുരക്കിഴങ്ങിൻ്റെ ഒരു ഷെയ്ക്കാണ്. അപ്പോൾ നമ്മൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ മധുരക്കിഴങ്ങ് ഇഷ്ടമില്ലാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല. അപ്പോൾ എല്ലാവരും പുഴുങ്ങിയിട്ടൊക്കെ കഴിക്കാം. നമുക്കൊന്ന് ഷെയ്ക്കായിട്ട് ഉണ്ടാക്കി നോക്കാം. അപ്പോൾ അതിനായിട്ട് ഒരു മധുരക്കിഴങ്ങ് ഞാനിവിടെ വേവിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊരു ജാർ എടുത്തിട്ട് നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. അതിനുശേഷം നമുക്ക് വേണ്ടത് എന്താ വെച്ചാൽ ഒരു ഹാഫ് ക്യാരറ്റാണ്. ഒന്ന് മുഴുവൻ വേണ്ട, ഹാഫ് മതി. ഒന്ന് മുഴുവൻ എടുത്താൽ അതിൻ്റെ ടേസ്റ്റാണ് കൂടുതൽ നിൽക്കുക ക്യാരറ്റിൻ്റെ. ഒരു ഹാഫ് എടുത്താൽ മതി. പിന്നെ ഒരു ഫ്ലേവറിന് വേണ്ടി 2 ഏലക്ക ഇട്ട് കൊടുക്കുക. പിന്നെ അതിന് വേണ്ടിയിട്ട് പിന്നെ ഞാൻ എന്താ ഷെയ്ക്കല്ലേ നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് പാല് ഞാൻ ഫ്രീസ് ചെയ്ത് വെച്ചതാണ് കട്ടയാക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഞാൻ ജസ്റ്റ് ഒന്നും ഇങ്ങനെ പൊട്ടിച്ച് കൊടുക്കുന്നില്ല, വലിയൊരു കട്ടയാണ് അത്. അപ്പോൾ പൊട്ടിച്ച് കൊടുക്കുക. അതിന് ശേഷം ഞാൻ വാനില ഐസ്ക്രീമാണ് ഇട്ട് കൊടുത്തത് കേട്ടോ. അതൊരു സ്കൂപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെയും ഒരു 1/2 സ്കൂപ്പും കൂടി ഇട്ടു. അപ്പോൾ 1.5 സ്കൂപ്പ് ആണ് ഞാനിപ്പോൾ അതിലേക്ക് ഇട്ട് കൊടുത്തത് കേട്ടോ. എൻ്റെ മധുരക്കിഴങ്ങ് അത്ര മധുരമൊന്നുമില്ല. അപ്പോൾ ഞാൻ കുറച്ച് ഷുഗർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഷുഗർ അനുസരിച്ച് ഇട്ട് കൊടുക്കുക കേട്ടോ, അത്ര വേണ്ട വെച്ചാൽ. പിന്നെ ഞാനത് വേവിച്ച് വെച്ച മധുരക്കിഴങ്ങ് വേവിച്ച വെള്ളമാണ്, അത് കുറച്ച് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഒരുപാടൊന്നുമില്ല, കുറച്ച് മാത്രം. എന്നിട്ട് നമുക്കത് അടിച്ചു കൊണ്ടുവരും. ഒരുപാട് ലൂസൊന്നും ഷേക്ക് ആവാൻ പാടില്ല. കുറച്ച് ഞാൻ ഒഴിച്ച് കൊടുത്തിട്ടുള്ളൂ, അതൊന്ന് അറിയാൻ വേണ്ടിയിട്ട്. അതിന് ശേഷം നമ്മൾ ഗ്ലാസ്സിലേക്ക് ഒഴിച്ച് കൊടുക്കുക. ഷേക്ക് റെഡി ആയിട്ടുണ്ട്. ഇനി ഞാൻ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് എന്താ വെച്ചാൽ വാനില ഐസ്ക്രീം തന്നെ ഒരു ഡെക്കറേഷൻ പോലെ ആയിട്ട്. പക്ഷേ അത് കഴിക്കുമ്പോൾ രസമാണ്. ഒരു 1.5 സ്കൂപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ നട്ട്സ് അല്ല പൊടിച്ചെടുക്കുന്നത്, നമ്മളെ കടലമിഠായി ഇല്ലേ, അതാണ് ഞാൻ പൊടിച്ചിട്ടുള്ളത്. നല്ല രസമാണ് അത് കടിക്കുമ്പോൾ. ആ കടലമിഠായിക്ക് വേറൊരു ഫ്ലേവറല്ലേ. നട്ട്സ് ഉണ്ടെങ്കിൽ നട്ട്സ് ഇട്ട് കൊടുക്കാം കേട്ടോ. ഞാനൊരു വെറൈറ്റിക്ക് വേണ്ടിയിട്ട് കടലമിഠായി ഇട്ട് കൊടുത്തത് മാത്രം. പക്ഷേ അത് നല്ല രസമുണ്ട് അത് കടിക്കുമ്പോൾ. അതിൻ്റെ ആ ഒരു മധുരം ഇതൊക്കെ കൂടിയിട്ട് കഴിക്കുമ്പോൾ നല്ല രസമുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റാണ് കേട്ടോ അത് ഷേക്ക് കുടിക്കാൻ. അപ്പോൾ ക്യാരറ്റ് ആഡ് ചെയ്യുമ്പോൾ ഹാഫ് എടുത്താൽ മതി. എൻ്റെ ക്യാരറ്റ് നല്ല വണ്ണം ഒക്കെ ഉള്ള ക്യാരറ്റ് ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഒരു ഹാഫ് എടുത്താൽ മതി. ഒരുപാടായ ക്യാരറ്റിൻ്റെ ഫ്ലേവറാണ് കൂടുതലായിട്ട് നിൽക്കുക. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവരും ഒന്ന് ഉണ്ടാക്കിയത് കുടിച്ച് നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും വീട്ടിലിപ്പോൾ ഇത് വാങ്ങുന്നത് മധുരക്കിഴങ്ങ്. ചിലർ വീട്ടിലുണ്ടാവും, ചിലർ പുറത്തുനിന്ന് വാങ്ങി കഴിക്കും. അപ്പോൾ അതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കും ഒരു വട്ടം. അപ്പോൾ നമ്മൾ വീഡിയോ ഇത്രയുള്ളൂ. വീഡിയോ ഇഷ്ടമായിട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഓക്കെ, ബൈ ബൈ, താങ്ക് യു.